നമ്മുടെ പത്തനംതിട്ട അമ്മച്ചിയുടെ സ്പെഷ്യൽ പാചകമൊന്നുമല്ല ഇന്ന് ചെയ്യുന്നത്. ഇന്ന് അമ്മച്ചി നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കുറേ പൈനാപ്പിളും കക്കരിക്കൊക്കെ ഉപ്പിലിട്ട് തരികയാണ്. അപ്പോൾ ഉപ്പിലിട്ടതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാവിലിങ്ങനെ വെള്ളം ഊറും. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ചെറുപ്പം മുതൽ ഇത് കണ്ടാൽ മേടിച്ച് നിങ്ങളുടെ ഭാഗത്തുണ്ട് നല്ലപോലെ കടകളിലെല്ലാം. അതെ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരും. ഇപ്പം എന്തൊക്കെയാണ് ചെയ്യാനിരിക്കുന്നത്? പൈനാപ്പിള്, ക്യാരറ്റ്, കുക്കുംബർ, പിന്നെ അതിനകത്ത് പച്ചമുളകുണ്ട് കീറി. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെള്ളം തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് വേണം തിളപ്പിക്കാൻ. ഉപ്പിൻ്റെ കൂടെ ഉപ്പ് തിളച്ച് വരുമ്പോൾ ഒരു 2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടാൽ നല്ലതാണ്. അതിൻ്റെ കൂടെ വിനാഗിരി ഒഴിക്കണം. 1 കപ്പ് വിനാഗിരിയും കൂടി ഒഴിച്ച് നല്ലവണ്ണം വെട്ടി തിളച്ച് കഴിഞ്ഞിട്ട് അത് നല്ലപോലെ തണുക്കണം. അത് കഴിഞ്ഞേച്ച് പിന്നെ ഈ ഫ്രൂട്ട്സ് ഭരണിക്കകത്ത് അടുക്കി വെക്കുക. എന്നിട്ട് ഈ തണുത്ത വെള്ളം ഒഴിക്കണം. ഇതാണ് ശരിക്കും ഇത് പല സ്ഥലങ്ങളിൽ മേടിച്ച് തിന്നുമ്പോഴേ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അറിയത്തില്ല. തിളച്ച വെള്ളം ഒഴിക്കരുത്. ഈ ഫ്രൂട്ട്സ് എല്ലാം വെന്തു അപ്പം നല്ലപോലെ തണുക്കണം. അല്ലെങ്കിൽ വെള്ളം തണുപ്പിച്ച് ഒഴിക്കുന്നതെന്നൊന്നും നമ്മൾ ചിന്തിക്കുന്ന പോലില്ല. ഉപ്പുവെള്ളം അതിനകത്ത് ഈ വിനാഗിരി എന്തൊക്കെയോ ഒഴിക്കുന്നു. ഈ പഞ്ചസാര ഓപ്ഷനാണ്. കാരണം ഷുഗർ ഉള്ളവരൊന്നും പഞ്ചസാര ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാര ഇട്ടാൽ ഉപ്പ്, പുളിയെ, ആ പച്ചമുളകിൻ്റെ എരിയ, ഇത്രയും സാധനങ്ങൾ സമമാകും. വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അതെ അതെ, രുചികരമായിട്ട് കഴിക്കാം. അതെ. സ്റ്റൗ ഓണാക്കാം. എന്നിട്ട് വെള്ളം ചൂടാക്കാൻ, തിളപ്പിക്കണം. വെള്ളത്തിന് അളവുണ്ട്. കുപ്പി എത്രയാണ് അത് നിറയുന്നത്? ആ കുപ്പി നിറയുന്ന കണക്ക് അളവില്ല. കുപ്പിയാണെങ്കിൽ അത് നിറയണം. ഈ കുപ്പിക്ക് അളവിന് നമ്മൾ ഇന്ന അളവെന്ന് പറയാൻ ഒക്കുകയല്ല. അല്ല പിന്നെ കുപ്പിയിലെ വെള്ളം അളന്നെടുത്തിട്ട് ഒഴിക്കണം. അപ്പൊ ഏത് കുപ്പിയാണ് ഉപയോഗിക്കുന്നത് അത് അനുസരിച്ച് വെള്ളം അതിനകത്ത് കൊള്ളുന്ന അത്രയും ഫ്രൂട്ട്സും ഇടണം. വെജിറ്റബിളും ചൂടായാൽ മതിയോ അതോ? നല്ല തിളയ്ക്കണം. വെട്ടി തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് ഉടായ്പ നടക്കുകയല്ല. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നല്ലപോലെ ഉപ്പ് നല്ലതാണ്. ഉപ്പിലിട്ടതെന്നല്ലേ പറയുന്നത്. ഇച്ചിരി ഉപ്പ് കൂടുതലിടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനുള്ള ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുമ്പോഴത്തേക്ക് പഞ്ചസാര ഇടുക. ഒരു 2 തവി വിനാഗിരി ഒഴിക്കുക. ഈ തവിക്ക് പുളി വേണം. ഉപ്പിട്ട ഉടനെ തന്നെ വിനാഗിരി ഒഴിക്കാം. അതിന് കുഴപ്പമില്ല. തിളയ്ക്കാൻ പോകില്ലേ. ഇട്ടാൽ ഇന്ന് തന്നെ ഇത് കഴിക്കാൻ അത്രയും ടേസ്റ്റ് കാണത്തില്ല. കാരണം ഇതെല്ലാം ഒന്ന് പിടിച്ചു വരണമല്ലോ. പിന്നെ അല്ലെങ്കിൽ 1 മണിക്കൂറേലും കഴിഞ്ഞിട്ട് വേണം ഇത് എടുക്കാൻ, കഴിക്കാൻ. 2 ദിവസമൊക്കെ ആകുമ്പോൾ നല്ലതായിരിക്കും. ഒരാഴ്ച ഒക്കെ നന്നായിട്ട് കഴിക്കാം. പിന്നെ ലാസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും പിന്നെ അതിനൊരു ടേസ്റ്റ് വ്യത്യാസമൊക്കെ വരുമായിരിക്കും. അതെ അതെ, ഫ്രൂട്ട്സ് ഒക്കെ അതെ. കളഞ്ഞതല്ലേ, വെള്ളമയം ഇല്ലാതെ ഉണങ്ങിയ പാത്രത്തിനകത്ത് ഇതെല്ലാം പെറുക്കി വെക്കണം. ജാറിനകത്തെ ജാറും എപ്പോഴും ഉണങ്ങിയതായിരിക്കണം. അടപ്പും അതുപോലെ തന്നെ. വെള്ളത്തിൻ്റെ മയം വരുമ്പോഴാണ് പൂക്കുന്നത്, അല്ലെങ്കിൽ പൂക്കത്തില്ല. ഇങ്ങനെ ഉപ്പിലിടുന്ന നമ്മൾ അന്നത്തെ കാലത്തൊന്നും ഇല്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ വയനാട് പോലൊന്നും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഇല്ല. പിന്നെ ഓരോരുത്തരിപ്പം ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഞങ്ങൾക്ക് ഇവിടെ പൈനാപ്പിളൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. കൊടുത്താലും വിലയില്ല. പിന്നെ കാക്കയും തിന്നും. അത് തന്നെ. അല്ലെങ്കിൽ ഈ പുളി ഉണ്ടല്ലോ, പുളി, ഈ പിഴിപുളി ഇല്ലേ, അത് ഞങ്ങളുടെയൊക്കെ വീടുകളിലുണ്ട്. ഞങ്ങൾ 4 മണിയാകുമ്പം കണ്ടത്തിലൊക്കെ പോച്ച പറിക്കാൻ പോകും പിള്ളേരെല്ലാം കൂടെ കൂടി. അപ്പോൾ കുറേ പുളിയും കൊണ്ട് ഉപ്പും പുരട്ടിയിട്ട് കഥയും പറഞ്ഞിരുന്ന് ഇതും കഴിക്കും, പോച്ചയും പറിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. അതാണ് ഞങ്ങളുടെ ഉപ്പിലിട്ടത്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു. ഉപ്പും വിനാഗിരിയും ഒക്കെ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇനി അല്പം പഞ്ചസാര കൂടെ 2 സ്പൂണ് പഞ്ചസാര കൂടെ ഇടാം. ഇത് നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയാണ്, ഓപ്ഷനാണ്.
വേണ്ടിയവർക്ക് ഇടാം, അല്ലെങ്കിൽ ഇടണ്ട, ഉപയോഗിക്കേണ്ടവര് ഉപയോഗിക്കണ്ട. ഇത് തിളച്ച് കഴിയുമ്പോൾ, നല്ലപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ ജാറിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ശരിക്കും തണുക്കണം അല്ലേ? ആ, ശരിക്ക് തണുക്കണം, അല്ലെങ്കിൽ വെന്ത് പോവും ഫ്രൂട്ട്സ് എല്ലാം. ശരിക്കും ഇത് തണുക്കാനെടുക്കുന്ന സമയം അതിനകത്തൊരു ഇത് വരുന്നുള്ളൂ. ആ, അതേ ഉള്ളൂ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത്. തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കുപ്പിയിലൊന്ന് അടുക്കി വെക്കാം, എല്ലാം ജാറിനകത്ത്. അപ്പം ആദ്യം പൈനാപ്പിൾ അടുക്കി വെക്കാം. ഇനി ഇതിനകത്തോട്ട് ഇടയ്ക്ക് 2-3 മുളക് ഇടുകയാണ്, കീറിയതാണ്. എരിയും പുളിയും ഉപ്പുമെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. വെള്ളം തണുത്തിട്ട് വെള്ളം ഒഴിക്കണം. അടുത്തത് ക്യാരറ്റ് ഇടുകയാണ് ബോട്ടിലിൽ. ഇങ്ങനെയെല്ലാം അടുക്കി വെച്ചിട്ട് ഇതിനകത്ത് പച്ചമുളക് ഇടയ്ക്കെല്ലാം മിക്സ് ചെയ്ത് ഇട്ടു. ആ, മതി. വെള്ളം അല്പം കൂടി തണുത്തിട്ട് ഒഴിക്കാം. അടുത്തത് കുക്കുംബർ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ തണുത്തു. പിന്നീട് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. നമ്മൾ ഉപ്പിലിട്ടതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. അടയ്ക്കട്ടെ. എല്ലാ ജാറും നിറയുന്നിടം വരെ വെള്ളം ഒഴിക്കുക. നല്ല ടൈറ്റാക്കി വെച്ചിരുന്നാൽ നാളെ നല്ല സ്വീറ്റായിട്ട് എല്ലാം കഴിക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പിലിട്ട ഫ്രൂട്ട്സ് എല്ലാം റെഡിയായി. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് തുറന്നാൽ ഇച്ചിരി ടേസ്റ്റ് ആകും. ഒരു ദിവസം കഴിഞ്ഞ് കഴിച്ചാൽ നാളെ കഴിച്ചാൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അത്യാവശ്യമുള്ളവർക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കാം. അപ്പോൾ അമ്മച്ചി ഉപ്പിലിട്ടതിൻ്റെ രുചിയൊന്നും അറിയാൻ വേണ്ടിയിട്ട് വലിയ കാത്തിരിക്കാൻ സമയമൊന്നുമില്ല. 1 ദിവസമൊക്കെ ഇരിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ എന്തായാലും ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അല്ലേ? അതെ, 1 മണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിയുമ്പോൾ എന്താ ടേസ്റ്റ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾ പോവുക. ശരി, ഞാൻ എന്നാ ഒരെണ്ണം എടുത്ത് നിങ്ങൾക്ക് തരാം, ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതെ.
ഇത് കൊണ്ടുപോയിട്ട് ഞാൻ നാളെ മറ്റന്നാളെ കഴിച്ചോളാം കേട്ടോ. ഓക്കെ, ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ. ആർത്തിയോടെ കഴിക്കാൻ പറ്റൂട്ടോ. ഇത് നാളത്തേക്കൊന്നും വെക്കണ്ട, ഇന്ന് പിന്നെ കഴിക്കാം. 1 മണിക്കൂർ കൊണ്ട് നല്ല അതൊക്കെ നന്നായിട്ട് ഇതിനകത്തായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഇപ്പൊ തന്നെ തീർക്കും. അതെ 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 അതെ, ടേസ്റ്റ് ഉണ്ടോ പിന്നെ നമ്മള് അങ്ങനെയല്ലേ. പക്ഷെ ആരും മാറ്റി വെക്കാത്തൊരു സംഭവമാണ് ഈ ഉപ്പിലിട്ടത് അല്ലേ. അതെ അതെ, ഏത് പ്രായക്കാരും ഏത് എല്ലാവരും കഴിക്കുന്നത്. എന്തായാലും അമ്മച്ചി ഉപ്പിലിട്ടത് അടിപൊളിയാണ്. ക്യാരറ്റും കുക്കുംബറൊക്കെ ഇതിന്റെ പുറകെ കഴിച്ചോണ്ടിരിക്കും. ഇപ്പൊ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, അമ്മച്ചിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.